ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഭാഗ്യത്തിൽ വിശ്വാസമുണ്ടോ? പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ രക്ഷപ്പെട്ട കുറച്ച് ആളുകളുടെ വീഡിയോസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വളരെ സുരക്ഷയോട് കൂടി ഒരു കെട്ടിടം പൊളിക്കുന്നതാണ്. കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന സമയത്ത് ഒരു കല്ല് അതിശക്തിയായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഭാഗ്യം കൊണ്ട് ആരുടെയും മേത്ത് തട്ടിയില്ല. വിമാനത്തിന്റെ ഫോട്ടോ എടുക്കാൻ കയറി നിന്നത് നോക്കൂ. ഒന്ന് കുനിയാൻ തോന്നിയത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ ഇപ്പോൾ പടമായേനെ. ആകാശത്തേക്ക് വെടിവെക്കുന്ന പട്ടാളക്കാരെ നോക്കൂ. തോക്ക് നേരെ പിടിക്കേണ്ടതിന് പകരം ഒരു സൈഡിലേക്ക് ചെരിച്ചു പിടിച്ച് വെടിവെക്കുന്നു. മുമ്പിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ തൊപ്പിയാണ് താഴെ പോകുന്നത്. തലക്കിട്ട് കൊള്ളാതിരുന്നത് ഭാഗ്യം. പാറയിൽ ചവിട്ടി അപ്പുറത്തെ മലയിലേക്ക് ചാടിയതാണ്. ഒരു ഭാഗ്യം നോക്കണേ, ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ എന്താവും ആളുടെ അവസ്ഥ? ന്യൂസ് റിപ്പോർട്ടിംഗ് നടക്കുന്ന സമയത്ത് ട്രെയിൻ വന്നു. എത്ര ചേർന്നാണ് ട്രെയിൻ ആളിൻ്റെ അടുത്തൂടെ പോയത്. ഒരു വിരലിൻ്റെ ഗ്യാപ്പിലാണ് ആള് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. രണ്ടുപേര് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കുന്നു. തൊട്ടടുത്താണ് മരക്കൊമ്പ് വീണത്. എന്നാൽ ഒരു പോറൽ പോലും പറ്റാതെ അവർ രക്ഷപ്പെട്ടു. പ്ലെയിൻ്റെ ചിറക് വന്നിടിച്ചത് തലക്കിട്ടാണ്. വന്നിടിച്ച പ്ലെയിൻ തകർന്നു. എന്നാൽ എന്തോ ഭാഗ്യം, ആളുടെ സമയമായില്ല, രക്ഷപ്പെട്ടു. വലിയൊരു സ്രാവിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നു. ഒരു മനുഷ്യന് കൂടിനകത്ത് ഉണ്ടായിരുന്നു. ആളിനെ കണ്ടാണ് സ്രാവ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. എന്നാൽ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ സ്രാവ് പുറത്തേക്ക് പോന്നു. ആൾക്ക് ഒന്നും സംഭവിച്ചില്ല. ബസ് എന്തൊരു പോക്കാണ് പോയത്. Esse trecho da pista é perigoso. Não tem acostamento, os buracos foram tapados com barro e os veículos passam em alta velocidade. ആളെ തട്ടിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും അടുത്തൂടെയാണ് ബസ് പോയത്. JCBയുടെ കൈ തലയിൽ വീഴാഞ്ഞത് ഭാഗ്യം. വേറെ ഒരു സാധനവുമല്ല, JCBയുടെ കൈയാണ്. തലയിലൊന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ ആളുടെ വെടി തീർന്നേനെ. എന്തൊരു ഭാഗ്യമാണ്. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ആൾ ഈ വെടിയുണ്ടയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആരായിട്ടാണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ.